പ്രിയ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായമാണ് നമ്മൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ 10-ാം അധ്യായം ആട്ടിൻകൂട്ടത്തെക്കുറിച്ചുള്ള ഉപമയും ഞാൻ നല്ല ഇടയനാണ് എന്ന് കർത്താവ് തൻ്റെ ഐഡൻറ്റിറ്റി ജനസമക്ഷം വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ്. ഒരു നല്ല ആട്ടിടയൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കുകയുണ്ടായി. ഈ പുതിയ എപ്പിസോഡിൽ ഒരു നല്ല ആട് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം പൂർണ്ണമായും ആട്ടിൻകൂട്ടത്തെക്കുറിച്ചും നല്ല ഇടയനെക്കുറിച്ചും ദൈവപുത്രനായ യേശു കർത്താവ് നല്ല ഇടയനായി തന്നെ അവതരിപ്പിക്കുന്നതിനെയും കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ വ്യക്തമായും ദീർഘമായും അവതരിപ്പിക്കുന്ന അധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം. 10-ാം അധ്യായത്തിലെ 2 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ പഠനവിധേയമാക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനവും 27-ാം തിരുവചനവുമാണ്. ആ വചനഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ബൈബിള് കരുതിയിട്ടുള്ളവർ കൈകളിൽ എടുക്കുക. യോഹന്നാൻ്റെ സുവിശേഷം തുറന്ന് 10-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം നോക്കുക. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേരു ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. തുടർന്ന് 27-ാമത്തെ വാക്യം കൂടെ ഇതോട് ചേർത്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഈ 2 വചനങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആടുകളുടെ സവിശേഷത എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ വചന കൃത്യമായ എക്സജറ്റിക്കൽ അനാലിസിസിലൂടെ, എന്ന് പറഞ്ഞാൽ ഹെർമന്യൂട്ടിക്കൽ എന്ന് വിളിക്കപ്പെടുന്ന, ഇൻ്റർപ്രട്ടേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയപ്പെടുന്ന വചനവ്യാഖ്യാനത്തിലൂടെ ഒരു നല്ല ആട് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത്. നല്ല ആടുകൾ ഇടയൻ്റെ സ്വരം കേൾക്കുന്നവയാണെന്നും ദൈവസ്വരം കേൾക്കുക എന്നത് ശിഷ്യത്വത്തിൻ്റെ ഒരു അടിസ്ഥാന സവിശേഷതയാണ് എന്നും യോഹന്നാൻ സുവിശേഷകൻ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനവും 27-ാം തിരുവചനവും കൂട്ടി വായിക്കുമ്പോൾ ആദ്യ ശിഷ്യന്മാർ ഈശോയെ അനുഗമിച്ചത് യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യത്തിൻ്റെ സ്വരം ശ്രവിച്ചാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 1-ാം അധ്യായം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആ വചനഭാഗം ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് ആ വചനം വായിച്ച് കേൾക്കുന്നത്: അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. അവൻ പറഞ്ഞത് കേട്ട് എന്നാണ് ഇവിടെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അവൻ ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ 35-ാമത്തെ വാക്യം കൃത്യമായും പറയുന്നുണ്ട്. സ്നാപക യോഹന്നാനെയാണ് ഇവിടെ അവൻ എന്ന പദം കൊണ്ട് ദ്യോതിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയും. ഒരു വ്യക്തിയുടെ പേര് ആദ്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷിലാണെങ്കിൽ പുരുഷനെ ഹി എന്നും
സ്ത്രീയെ ഷീ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അതിന് സമാനമായ ഒരു ട്രാൻസ്ലേഷനാണ് 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ കേട്ടാണ് ആദ്യ ശിഷ്യന്മാർ ഈശോയെ അനുഗമിച്ചത് എന്ന് ഈ വാക്യം വളരെ വ്യക്തമായും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ആദ്യ ശിഷ്യന്മാരെ ഈശോയെ അനുഗമിച്ചത് യോഹന്നാൻ മാംദാന അഥവാ യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകളുടെ സാക്ഷ്യം ശ്രവിച്ചാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ദൈവസ്വരം ശ്രവിച്ചാലേ ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നും ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുമുള്ള രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളല്ല, ചേർന്നു പോകുന്ന ചിന്തകളാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ദൈവസ്വരം ശ്രവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, ശ്രവിക്കുന്ന സ്വരാനുസരണം ജീവിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ശ്രവണാത്മകമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നല്ല ഇടയനായ ഈശോയുമായി സ്നേഹബന്ധം പുലർത്തുന്നവർക്ക് ഇടയനെ അനുഗമിക്കുന്ന നല്ല ആടുകളായി തീരാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഫ്രാൻസിസ് മാർപ്പാപ്പ സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് വിളിച്ചു ചേർത്തപ്പോൾ അതിന് മുന്നോടിയായി ഇറക്കിയ അദ്ദേഹത്തിൻ്റെ പ്രബോധന രേഖയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആടുകളോട് ഒപ്പം നടക്കുക എന്ന് മാത്രമല്ല, പരസ്പരം ശ്രവിക്കുന്ന സഭയാവുക എന്നുള്ളതാണ് പരിശുദ്ധ കത്തോലിക്ക തിരുസഭയെക്കുറിച്ചുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വപ്നമെന്ന് പറയുക. എല്ലാവരും പരസ്പരം കേൾക്കാൻ തയ്യാറാവുന്ന തുറവിയുള്ള ഒരു സഭ, പൊതുജനത്തിൻ്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുടെ, ഒരുപക്ഷെ എതിർക്കുന്നവരുടെ പോലും സ്വരം ശ്രവിക്കാനും അതിൽ നിന്നും നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ സ്വീകരിച്ചുകൊണ്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം പരിശുദ്ധ കത്തോലിക്ക തിരുസഭയ്ക്കുണ്ടാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമ്പോൾ, സഭ എന്നതുകൊണ്ട് സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ദൈവജനമാണ് സഭ. അതുകൊണ്ട് തന്നെയും ദൈവജനം പരസ്പരം കേൾക്കുന്നവരാകുക. അതിന് പിരമിഡിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറിൻ്റെ രീതിയിലല്ല, മറിച്ച് സാധാരണ നമ്മൾ തിരുസഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ മാർപ്പാപ്പ, അതിനുശേഷം കർദിനാളന്മാർ, മെത്രാപ്പോലീത്തമാർ, മെത്രാന്മാർ, അതിനുശേഷം വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിങ്ങനെ പല വ്യത്യസ്തമായ രീതികളിൽ നമ്മൾ തിരുസഭയെക്കുറിച്ച് അതിൻ്റെ ശ്രേണിയെക്കുറിച്ച് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയും അതുപോലെ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനു ശേഷം തിരുസഭയും കൃത്യമായും നമ്മളെ പഠിപ്പിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്. ഇപ്രകാരമുള്ള ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ അല്ല, മറിച്ച് എല്ലാവരും സമന്മാരാണ്. ദൈവികമായ വരപ്രസാദമനുസരിച്ച്, അഭിഷേകമനുസരിച്ച് ശുശ്രൂഷകളിൽ വ്യത്യസ്തരാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയും ശ്രവിക്കുന്നവരാകുക എന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്ന ആടുകളെ പോലെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരാകുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. സാധാരണഗതിയിൽ ഈ ഉപഭോഗ സംസ്കാരം, കൺസ്യൂമറിസ്റ്റിക് കൾച്ചർ ഇത്രമാത്രം വളർന്ന് വികസിച്ച് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആധുനിക യുഗത്തിൻ്റെ പ്രതീകമെന്നോണം ഇന്നത്തെ മനുഷ്യൻ്റെ സ്വഭാവത്തെ വർണ്ണിക്കുന്ന ഒരു ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റവും നല്ല ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വാ പൊളിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചിത്രരചനാ മത്സരത്തിൽ ഉപഭോഗ സംസ്കാരത്തിലെ മനുഷ്യനെ വരച്ചു കാട്ടാൻ വേണ്ടിയിട്ടുള്ള ചിത്രരചനാ മത്സരത്തിലെ സമ്മാനാർഹമായ ചിത്രമാണ് മുഴുവനായും തുറന്നു പിടിച്ച വായുള്ള ഒരു മനുഷ്യൻ. ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരമാണത് എന്ന് ഞാൻ കരുതുകയാണ്. അതിൻ്റെ കാരണം എന്താ? എന്ത് കിട്ടിയാലും വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന മാനസികവും ശാരീരികവുമായ ഭാവങ്ങളുള്ള മനുഷ്യനെയാണ് ഇതിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്.
ആധുനിക മനുഷ്യൻ്റെ ഒരു നേർചിത്രമാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ പറയുകയും വിഴുങ്ങുകയും മാത്രം ചെയ്യുന്നവരല്ല, മറിച്ച് വലിയ കാതുകളുള്ളവരാകാൻ, അതിനേക്കാൾ വലിയ തുറവയുള്ള മനസ്സും ഹൃദയവുമുള്ളവരാകാൻ തിരുസഭാ മാതാവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് ശ്രവിക്കുന്ന സഭയാകുക എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ പ്രസക്തമായി തീരുന്നത് എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കുമല്ലോ. ശ്രവണാത്മകമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നല്ല ഇടയനായ ഈശോയുമായി സ്നേഹബന്ധം പുലർത്തുന്നവർക്ക് ഇടയനെ അനുഗമിക്കുന്ന നല്ല ആടുകളായി തീരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതും അതുതന്നെയല്ലേ. ശ്രവണാത്മകമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നല്ല ഇടയനായ ഈശോയുമായി സ്നേഹബന്ധം പുലർത്തുന്നവർക്ക് ഇടയനെ അനുഗമിക്കുന്ന നല്ല ആടുകളായി തീരാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ ആടുകളുടെ സവിശേഷത എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊന്നാമത്തെ സവിശേഷതയാണ് സ്വരം ശ്രവിക്കുന്നവരാകുക എന്നുള്ളത്. ഇടയൻ്റെ സ്വരം ശ്രവിക്കുക എന്ന് മാത്രമല്ല, പരസ്പരം ശ്രവിക്കുന്നവരാകുമ്പോഴാണ്, കേൾക്കുന്നവരാകുമ്പോഴാണ് പറയാൻ എല്ലാവർക്കും തിടുക്കമാണ്. കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു ലോകമാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെയും ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ വരുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതോടൊപ്പം തന്നെ അച്ഛാ ഒരു കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞ് വ്യക്തിപരമായി സംസാരിക്കാൻ വേണ്ടി വരാറുണ്ട്. കഴിഞ്ഞ 10-20 വർഷങ്ങളായി ദൈവവചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ അടുക്കൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ അവർക്ക് വേണ്ടി കേൾക്കാൻ തയ്യാറായി ഇരുന്നു കൊടുക്കുമ്പോൾ അവരുടെ വേദനകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പരാജയങ്ങൾ, രോഗങ്ങളും ആകുലതകളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഭാണ്ഡക്കെട്ട് അഴിച്ചു വെക്കുന്നത് പോലെ നമ്മുടെ മുമ്പിൽ അഴിച്ചു വെക്കും. പരിഹാരമാർഗങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും, സൊല്യൂഷൻ ഒന്നും ഇല്ലെങ്കിലും, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിലും കേട്ടിരുന്നാൽ മാത്രം മതി, അവർ സംതൃപ്തിയോടെ തിരിച്ചു പോകും. കേട്ടുകഴിയുമ്പോൾ അവരെ ഒന്ന് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് ദൈവം നൽകുന്ന സന്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ഞാൻ സാധാരണ കൗൺസിലിങ്ങിൽ ചെയ്യാറുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുക്കൽ വരുന്ന ആൾക്കാർക്ക്, വേദനിച്ചും മുറിവേറ്റും സങ്കടപ്പെട്ടും വരുന്നവർക്ക്, അവശരായി പ്രതിസന്ധികളോടെ കടന്നു വരുന്നവർക്ക്, വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, മാനസികമായ പ്രശ്നങ്ങളുണ്ട്, ശാരീരിക രോഗങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, ദാമ്പത്യ ബന്ധത്തിലെ ഉലച്ചിലുകളുണ്ട്, സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളും കടബാധ്യതകളും ഉണ്ടാകാം, സമൂഹ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളെ നേരിടുന്നുണ്ടാകാം, ബിസിനസ്സിൽ തകർച്ചകളുണ്ടാകാം, പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി കടന്നു വരുന്ന മനുഷ്യൻ. അവരെ ഒന്ന് കേൾക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു പുണ്യം മറ്റുള്ളവർക്ക് വേണ്ടി ഈ ആധുനിക യുഗത്തിൽ ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നുക. അതുകൊണ്ട് തന്നെയും ശ്രവിക്കുന്ന സഭയാകുക എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം നാം എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതിനാൽ തന്നെയും ശ്രവിക്കുന്നവരായി തീരുക എന്നുള്ള, ശ്രവിക്കുന്ന ആടുകളാകുക എന്നുള്ള നല്ല ഇടയൻ്റെ ഈ പ്രസ്താവനയെ യോഹന്നാൻ സുവിശേഷകൻ സമ്യക്കായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന്, ശ്രവിക്കുന്ന ആടുകളാകുക. ഒരു നല്ല ആടിൻ്റെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുക ഇടയനെ അനുഗമിക്കുന്നവരാകുക എന്നുള്ളതാണ്. ഇടയനെ അനുഗമിക്കുന്ന ആടിനെക്കുറിച്ച് 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും തുടർന്ന് 27-ാമത്തെ വാക്യത്തിലും കൃത്യമായും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ വചനഭാഗം നിങ്ങൾക്കായി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 10-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം: തനിക്കുള്ളവയെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. 27-ാമത്തെ വാക്യം: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഈ 2 വാക്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ
ഇടയനെ അനുഗമിക്കുന്ന ആടുകളാകുക എന്നുള്ള നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. ഈശോയെ അനുഗമിക്കുക എന്നത് ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്രയാണ്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ പിൻപറ്റുന്നവനാണ് എന്നർത്ഥം. ഗുരുവിനെ അനുഗമിക്കുന്നവരാകുക എന്നുള്ളതാണ് ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗം എന്ന് പറയുക. അതുകൊണ്ട് തന്നെയും ഈശോയെ അനുഗമിക്കുക എന്നതിൻ്റെ അർത്ഥം ഈശോയെ എല്ലാറ്റിലും എല്ലാവരിലും ഉപരിയായി സ്നേഹിക്കുകയും അവിടുത്തേക്ക് വേണ്ടി ജീവൻ പോലും സമർപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്നതാണ്. എല്ലാറ്റിനേക്കാളും ഉപരിയായി, എല്ലാവരേക്കാളും അധികമായി എൻ്റെ ഗുരുവും നാഥനുമായ എൻ്റെ സൃഷ്ടാവായ എൻ്റെ രക്ഷകനായ യേശു കർത്താവിനെ സ്നേഹിക്കുകയും അവനോട് ചേർന്ന് നടക്കുകയും ചെയ്യുന്നവരാകുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. അതുകൊണ്ട് തന്നെയും ആ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ എന്നെ ഉദ്ബോധിപ്പിക്കുന്നത് അവൻ എനിക്ക് വേണ്ടി മരിച്ചവനാണ് എന്ന യാഥാർത്ഥ്യമാണ്. സ്നേഹിതനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിച്ച കർത്താവ് അത് പറഞ്ഞു പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല, കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു ബോധ്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാൻ നമ്മെയും പ്രാപ്തരാക്കുന്നത് എന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാ തലങ്ങളിലുമുള്ള ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. കുടുംബജീവിതം എടുത്തു നോക്കിയേ, അവിടെ പരസ്പരം സമർപ്പിക്കാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾ പരസ്പരം, അയൽപക്കക്കാർ തമ്മിൽ സമൂഹത്തിൽ ഇപ്രകാരം നമ്മൾ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. ഇതാണ് മനുഷ്യത്വത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുക. സാധാരണ മൃഗങ്ങൾ പോലും ഇപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയാൻ പറ്റുമല്ലോ. സെൻസിറ്റിവിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്രകാരമാണ് എനിക്ക് മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി അവരിനു വേണ്ടി എന്നെ തന്നെ വ്യയം ചെയ്യാൻ സാധിക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എൻ്റെ മനുഷ്യത്വം എന്ന് പറയുക. അതിൻ്റെ അടുത്ത പടിയാണ് ദീനാനുകമ്പ എന്നുള്ളത്, കമ്പാഷൻ എന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയും ഈശോയുമായി നല്ല സ്നേഹബന്ധം സ്ഥാപിക്കുന്നവർക്കേ അവിടുത്തെ നല്ല ആടുകളായി വർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. നല്ല ആട് ഇടയനെ അനുഗമിക്കുന്ന ആടാണ് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നല്ല ആടിൻ്റെ മൂന്നാമത്തെ സവിശേഷത ഇടയനെ അറിയുന്നവരാകും നല്ല ആടുകൾ എന്നതാണ്. നല്ല ആട് ഇടയനെ അറിയുന്നവരാണ്. 10-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ ഇടയനെ അറിയുന്നവനാണ് നല്ല ആട് എന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 5-ാം തിരുവചനം: അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല, അന്യരുടെ സ്വരം അറിയാത്തതുകൊണ്ട് അവ അവരിൽ നിന്ന് ഓടിയകലും. നോക്കിക്കേ, നല്ല ആട് ഒരു കാരണവശാലും അപരിചിതനായ മനുഷ്യനെ, അറിയാത്ത ഒരാളെ അനുഗമിക്കുകയില്ല, പുറകെ പോകുകയില്ല എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെയും ധാരാളമായി ഇപ്രകാരം ആരുടെയൊക്കെയോ പുറകെ പോയി കാണാതായ പെൺകുട്ടികളെക്കുറിച്ച്, യുവതികളെക്കുറിച്ച് പലതരങ്ങളിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടല്ലോ. നേരിട്ട് കാണാതെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പരിചയപ്പെടുന്ന വ്യക്തികൾ വഴിതെറ്റിയ പ്രേമബന്ധങ്ങൾക്കും മറ്റും അടിമപ്പെട്ട് ആരൊക്കെയോ എവിടെയൊക്കെയോ കൊണ്ടുപോകുന്നു, തിരോധാനങ്ങൾ സംഭവിക്കുന്നു. 18, 20, 23, 25 വയസ്സുവരെയൊക്കെ ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതകാലം മുഴുവൻ വ്യയം ചെയ്യുന്ന മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് നേരിട്ട് കാണുക പോലും ചെയ്യാത്ത, സോഷ്യൽ മീഡിയയിലൂടെ മെസ്സേജുകൾ അയച്ച് ചാറ്റ് ചെയ്ത് വീഡിയോ കോളിലൂടെ 1, 2, 3, 4 തവണ കണ്ട് പരസ്പരം പ്രേമബദ്ധരായി എന്ന് ചിന്തിക്ക് അവൻ്റെ പുറകെ അവളുടെ പുറകെ ഇറങ്ങിപ്പുറപ്പെടുന്നവര് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്.
അപരിചിതന്മാരുടെ കൂടെയല്ല, മറിച്ച് എന്നെ അറിയുന്ന, എൻ്റെ കൂടെയുള്ള എൻ്റെ മാതാപിതാക്കന്മാർ പറയുന്നതനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ സഹോദരങ്ങളെ ഓരോ തവണ ഇപ്രകാരമുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ചെവികളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഈ ഒരു ചിന്തയില്ലാത്തത് കൊണ്ടല്ലേ ചിലപ്പോഴെങ്കിലുമൊക്കെ ഇപ്രകാരമുള്ള വാർത്തകൾ, ചിലപ്പോഴെന്നല്ല, കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെയും വല്ലപ്പോഴും കേട്ടിരുന്ന ഈ വാർത്ത ഇപ്പോൾ അടുക്കലായിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റും മന്ത്രിമാരും ഒക്കെ പറയുന്നത് പോലെ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ കൂട്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നവരാ ഞാനും നിങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയും ഇടയനെ അറിയുന്ന ആടുകളാകുക എന്ന് പറഞ്ഞാൽ യേശുനാഥനെ അറിയുന്ന അജഗണം വിശ്വാസികളാകുക എന്ന് മാത്രമല്ല അർത്ഥം, മറിച്ച് കുടുംബത്തിലും സമൂഹത്തിലും പരസ്പരം അറിയുന്നവരാകുക എന്നുള്ളതും അറിയുന്നവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതും അപരിചിതനോടുകൂടെയല്ല, മറിച്ച് എന്നെ അറിയുന്ന, എനിക്ക് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ തന്നെ വ്യയം ചെയ്യുന്ന മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകാൻ എങ്ങനെ ധൈര്യം വരുന്നു? നല്ല ഇടയനായ ഈശോയുമായുള്ള ഒരു സ്നേഹബന്ധം സ്ഥാപിക്കുന്നത് വഴിയായി ആത്മാർത്ഥമായ സ്നേഹമുള്ളവർക്കേ അനുഗമിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത അനുഗമനങ്ങളൊക്കെയും കൂടെ പോകലുകളൊക്കെയും അപകടങ്ങളിലേക്കാണ് എന്ന് തിരിച്ചറിയുക. എത്രയോ ഇപ്രകാരമുള്ള അപകടങ്ങളെക്കുറിച്ച് വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഓരോ ദിവസവും. സഹോദരങ്ങളെ, ഇടയൻ ആടുകളുമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നത് പോലെ ആടുകൾ ഇടയനുമായി ആത്മാർത്ഥമായ സ്നേഹബന്ധം പുലർത്തുമ്പോഴാണ് ഇടയനെ അറിയുന്ന ആടുകളാകുക, അവൻ്റെ പിൻപറ്റി അവനോട് ചേർന്ന് പോകാൻ സാധിക്കുക. നല്ല ഇടയനായ ഈശോയുമായുള്ള നല്ല ആടുകൾക്ക് സഹജമായുള്ള ഈ ബന്ധമാണ് സഭാ നേതൃശുശ്രൂഷ ചെയ്യുന്നവർക്കും സഭാംഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പ്രതിഫലിക്കേണ്ടത് എന്ന് ഇത്തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സഭാധികാരിയായാലും അധീരന്മാരായാലും നീ ആരായാലും നിന്റെ കൂടെയുള്ളവരെ ചേർത്തു നിർത്തുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുകയുള്ളൂ. നിനക്കു തന്നെയെങ്കിലും ഉപകാരപ്പെടണ്ടേ നിന്റെ ജീവിതം? ചിലപ്പോഴെങ്കിലുമൊക്കെ അതുപോലും സാധ്യതയില്ലാത്ത തരം ജീവിതം നശിപ്പിച്ചു കളയുന്ന അനേകം പേർ. സഹോദരങ്ങളെ, പരസ്പരമുള്ള അറിവും സ്നേഹവും ഐക്യവും ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെ ശക്തമാക്കുന്നുണ്ട്. ഈ ബന്ധം ആത്യന്തികമായി പിതാവിനോടും പുത്രനോടുമുള്ള ത്രിത്വാത്മക കൂട്ടായ്മയുടെ പ്രതിഫലനമാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28, 29, 30 വാക്യങ്ങളിലും യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 3-ാം തിരുവചനത്തിലും നമ്മൾ കാണുന്ന വാക്യങ്ങളാണിവ. ഇടയനെ അറിയുന്ന അജഗണമെന്നതുപോലെ പരസ്പരം അറിയുന്നവരും മനസ്സിലാക്കുന്നവരും ആകുമ്പോഴാണ് എന്നെയും നിന്നെയും കുറിച്ചുള്ള ദൈവഹിതം പൂർത്തിയാകുന്നത് എന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. കാരണം ആ വചനഭാഗങ്ങൾ ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവ എൻ്റെ കൈകളിൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. ഇപ്രകാരം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28, 29, 30 വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന യേശുനാഥൻ്റെ ഈ വചനം തന്നെയല്ലേ യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 3-ാം തിരുവചനത്തിലും വളരെ മനോഹരമായി ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി എഴുതി വച്ചിരിക്കുന്ന വചനമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണു താനും.
ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, ഈ ലോകം നമ്മളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അറിയുന്നവനായ യേശു കർത്താവിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ, എന്നെ അറിയുന്നവൻ്റെ കൂടെ നടക്കുക എന്നുള്ളതാണ് സുരക്ഷിതത്വം എന്ന് പറയുക. പലപ്പോഴും ഈ സുരക്ഷിതത്വമൊക്കെ ഉപേക്ഷിച്ച് അപരിചിതരോടൊപ്പം നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ മാത്രമല്ല, ഒരു കുടുംബം തന്നെയാണ് എന്ന് തിരിച്ചറിയുക. ഒരു മകളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, മകനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ കുടുംബം മുഴുവൻ വലിയ കണ്ണീരിലായിത്തീരുന്നു, പ്രയാസത്തിലായിത്തീരുന്നു. ഇപ്രകാരമുള്ള എത്രയോ ഉദാഹരണങ്ങൾ പലപ്പോഴായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ ജീവിതാനുഭവം ഇതായിരിക്കാം. തിരിച്ചറിയുക, നിന്നെ അറിയുന്ന നിന്റെ കർത്താവിനോടൊപ്പം, നിനക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി ഇത്രയും നിന്നെ ആക്കിത്തീർത്ത് നിന്റെ മാതാപിതാക്കന്മാരുടെ കാലടികളെ പിൻചെല്ലേണ്ട നീ അപരിചിതരോടൊപ്പം നടക്കേണ്ടവരല്ല, മറിച്ച് ഇടയനെ അറിഞ്ഞ് ഇടയൻ്റെ കൂടെ നടക്കുന്ന നല്ല ആടിൻ്റെ സവിശേഷതയുള്ളവരാകാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു.